റോസ്മേരി ഓയിൽ ഹെയർ ഫോളിന് യൂസ് ചെയ്യുന്നവരുണ്ടാവും. മെയിൽസ് ഫീമെയിൽസും റോസ്മേരി ഓയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. ഗർഭിണികളിലും മുലയൂട്ടുന്ന അമ്മമാരിലും റോസ്മേരി ഓയിൽ യൂസ് ചെയ്യുന്നത് സേഫ് അല്ല. ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് റോസ്മേരി ഓയിലിനെ കുറിച്ച് അവൈലബിൾ ആയിട്ടുള്ളത്. 2% മിനോക്സിഡിലും റോസ്മേരി ഓയിലും കമ്പയർ ചെയ്തിട്ടുള്ള ഒരു സയന്റിഫിക് സ്റ്റഡിയിൽ റോസ്മേരി ഓയിൽ 2% മിനോക്സിഡിലിനെ പോലെ തന്നെ എഫക്റ്റീവ് ആണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മെയിൽ പാറ്റേൺ ആൻഡ്രോജനിക് അലപ്പീഷ്യ, ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ്, ഈ രണ്ട് കണ്ടീഷൻസിലുമാണ് റോസ്മേരി ഓയിൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതായത് ഹെയർ തിൻ ചെയ്ത് ഹെയർ ഷാഫ്റ്റ് തിന്നായി കഷണ്ടിയിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്ന ഹെയർ തിന്നിങ്, ഇതിലാണ് റോസ്മേരി ഓയിലിന് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത്. ആസ് ഡെർമറ്റോളജിസ്റ്റ്, മെയിൽ പാറ്റേൺ ഹെയർ ലോസിലും ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസിലും 5% മിനോക്സിഡിലാണ് FDA അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് റോസ്മേരി ഓയിൽ മെയിൽ പാറ്റേൺ ഹെയർ ലോസിലും ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസിനും മിനോക്സിഡിലിനും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, ഒരു അഡിറ്റീവ് ആണ്. ട്രീറ്റ്മെന്റിന്റെ കൂടെ റോസ്മേരി ഓയിൽ അലർജി ഇല്ലാത്തവർക്ക് യൂസ് ചെയ്യാം. റോസ്മേരി ഓയിലിൽ റോസ്മാരിനിക് ആസിഡും കാർനോസിനിക് ആസിഡുമാണ് ഉള്ളത്. ഇതിന് ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഉണ്ട്. മുടി വളരാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ സ്കാൽപ്പിൽ ഉണ്ടാക്കാൻ റോസ്മേരി ഓയിലിന് സാധിക്കും. റോസ്മേരി ഓയിൽ ഒരു എസെൻഷ്യൽ ഓയിലാണ്, ഹെർബൽ എക്സ്ട്രാക്റ്റ് ആണ്. ഹെയറിലും സ്കാൽപ്പിലാണ് റോസ്മേരി ഓയിൽ പുരട്ടേണ്ടത്, ഹെയറിലല്ല, മുടിയിലല്ല. സ്കാൽപ്പിൽ പുരട്ടുമ്പോൾ ചിലർക്ക് ഇച്ചിങ്ങോ ഇറിറ്റേഷനോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്കാൽപ്പിൽ ചെറിയ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് നോക്കി ഇച്ചിങ്ങോ ഇറിറ്റേഷനോ ഇല്ലെങ്കിൽ മാത്രമാണ് റോസ്മേരി ഓയിൽ കണ്ടിന്യൂ ചെയ്യേണ്ടത്. റോസ്മേരി ഓയിൽ ഹെയർ തിന്നിങ്ങിന് യൂസ് ചെയ്യുമ്പോൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ അപ്ലൈ ചെയ്തതിന് ശേഷം ഷാമ്പു വെച്ച് കഴുകിക്കളയാം.